പെന്തക്കോസ്ത് സഭകളിലും തുടങ്ങി അടിയും കയ്യേറ്റവും മർദ്ദനവും ഒക്കെ പലയിടത്തും കത്രുമേശയുടെ മുന്നിൽ വെച്ചാണ് ഈ നെറികെട്ട കയ്യാങ്കളികൾ നടത്തുന്നത്. ഞാനൊരു വീഡിയോ കാണിക്കാം. സകലമായ മഹത്വം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ IPC വെണ്ണിക്കുളം എബനേസർ സഭയിൽ നടന്നതാണ് ഈ ഗുണ്ടവിളയാട്ടം. 5 കൊല്ലമായിട്ട് പാസ്റ്റർ മാറുന്നില്ലെന്ന പ്രശ്നം വളരെ നാളുകളായി പോഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ IPCക്ക് നിയമപ്രകാരം നിലവിലുള്ള ഭരണഘടനയെ അട്ടിമറിക്കാൻ IPCയുടെ എതിർ ക്രിസ്തുവും ഗുണ്ടകളും കൂടി ഒരു തട്ടിക്കൂട്ട് ഭരണഘടന ഉണ്ടാക്കി. രജിസ്ട്രാർ അംഗീകാരം നൽകാത്ത ഭരണഘടന ഉപയോഗിച്ച് വിശ്വാസികളെ അടിച്ചമർത്തി പാസ്റ്റർക്ക് യഥേഷ്ടം അഴിഞ്ഞാടാൻ വെബ് പോർട്ടൽ മോഷണത്തിന് കേരള സ്റ്റേറ്റ് കൗൺസിൽ പുറത്താക്കിയവർ സഹിതം വിശ്വാസികൾക്കെതിരെ നടത്തിയ ഗുണ്ടായിസമാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടത്. ഈ വക കൊള്ളരുതായ്മകൾ കാണിക്കാൻ ചുക്കാൻ പിടിച്ചവരൊക്കെയാണ് കഴിഞ്ഞ ദിവസം കേരള സ്റ്റേറ്റ് IPCക്കും അതിന്റെ കൗൺസിലിനും പ്രസ്ബിറ്ററി അംഗങ്ങളിൽ ചിലർക്കുമെതിരെ വത്സ ഗുണ്ടായിസത്തിന്റെ ചാനലിൽ ചെന്നിരുന്ന് വീഡിയോ ഇറക്കി സ്വയം വെളുപ്പിക്കാൻ ശ്രമിച്ചത്. അതും കേരള സ്റ്റേറ്റ് IPCയുടെ വെബ് പോർട്ടൽ അടക്കം അട്ടിമറിച്ചും മോഷ്ടിച്ചും സ്റ്റേറ്റ് IPCക്ക് 40 ലക്ഷം രൂപ നഷ്ടം വരുത്തി വെച്ചിട്ടാണ് ഈ പണിയൊക്കെ കാണിച്ചത്. നേതാക്കളുടെയും അവരുടെ അടിമപ്പണി ചെയ്യുന്ന കള്ളന്മാരുടെയും നേരെ വിശ്വാസികൾ വെട്ടിപ്പോയാൽ സഭകളിൽ ഗുണ്ടാവിളയാട്ടമാണ്. കഴിഞ്ഞ ജനറൽ ബോഡിക്ക് ജനറൽ പ്രസിഡന്റ് വന്നതുപോലും കാതിൽ കടുക്കനും ഇരുമ്പ് വളയും അണിഞ്ഞ ഗുണ്ടകളുടെ അകമ്പടിയോടെ ആയിരുന്നു. ഇതുവരെ വിശ്വാസികൾ ഇങ്ങനെ ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ വരുന്നതും പോകുന്നതും കണ്ടിട്ടില്ല. ഇത് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ വിശ്വാസികൾ ഞെട്ടിപ്പോയി. അപ്പോൾ പിന്നെ ലോക്കൽ സഭകളിലെ കാര്യം പറയണം. കഴിഞ്ഞ 5-ാം തീയതി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ
നിരനിരയായി നിന്നത് ആമല്ലൂർ സഭയിൽ നിന്നുള്ള 33 പേരാണ്. അവിടെയും കളി മുൻ പാസ്റ്ററുടെ ഗുണ്ടായുസവും കള്ളക്കേസുകളുമാണ്. IPCയുടെ നേതൃത്വത്തിൽ ഇസബേലിന്റെ കൂടെ പരസംഗം ചെയ്യുന്ന എതിർ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഇതൊക്കെ ഇനിയും വർദ്ധിക്കുകയുള്ളൂ. ഇനി മറ്റൊരു വീഡിയോ കാണിക്കാം. All of you, please listen. ബാംഗ്ലൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലെ അടിയാണ്. ഇങ്ങനെ എല്ലായിടത്തും ദൈവദാസന്മാരും കുഞ്ഞാടുകളും തമ്മിൽ തല്ലുന്നു. ക്രിസ്തു വീണ്ടും വരുമെന്ന വിശ്വാസത്തിൽ കാത്തിരിക്കുന്ന വിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശം ഇപ്പോഴിതാണ് യഥാർത്ഥ സാത്താന്റെ പ്രവൃത്തികൾ.